ഹായ് ഹലോ എല്ലാവർക്കും PSC ഓഡിയോ മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ തുടർച്ച ഭാഗമാണ്, അതായത് പ്രവൃത്തിയുടെ രണ്ടാം ഭാഗം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഊർജത്തിൻ്റെ ഉറവിടങ്ങൾ എന്ന ഭാഗങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വിറക്, കൽക്കരി എന്നിവ. ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ വേഗമൊന്ന് വായിച്ചു പോകുന്നതേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ, അതായത് കുറച്ചുകൂടെ ഊന്നി പഠിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ ഊന്നി പഠിക്കാം. അപ്പം ദ്രാവക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ എന്നിവ. വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് LPG, CNG എന്നിവ. ദ്രാവക ഇന്ധനങ്ങൾ വേർതിരിച്ചെടുക്കുന്നത് പെട്രോളിയത്തിൽ നിന്നും. വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏവിയേഷൻ ഫ്യൂവൽ എന്നറിയപ്പെടുന്നത്. ഇന്ധനങ്ങളിൽ നിന്നും ഊർജം പുറത്തു വരുന്നത് ജ്വലനത്തിലൂടെയാണെന്ന് എല്ലാവർക്കും അറിയാം. അടുത്ത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? സൗരോർജ്ജം, വിൻഡ് എനർജി, ടൈഡൽ എനർജി, ബയോഗ്യാസ്, ജലം തുടങ്ങിയ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ്. അതായത് ഇവ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയാണ്. ഏതൊക്കെയാണ്? സൗരോർജ്ജം, വിൻഡ് എനർജി, ടൈഡൽ എനർജി, അതുപോലെ ബയോഗ്യാസ്, ജലം തുടങ്ങിയവ. അടുത്ത പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, ആണവോർജ്ജം മുതലായവയാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ. ഇവ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. അടുത്ത ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഏതെന്ന് വെച്ചാൽ ഏതാണ്? അത് ഓക്സിജനാണ്. ജ്വലനത്തിന് സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ജ്വലിക്കുന്ന വാതകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. ജ്വലനത്തിന് സഹായിക്കുന്നത് ഓക്സിജൻ ആണെങ്കിൽ ജ്വലിക്കുന്ന വാതകം ഏതെന്ന് വെച്ചാൽ അത് ഹൈഡ്രജനാണ്. ഭൂമിയിൽ സൂര്യനാണ് ഊർജ്ജത്തിൻ്റെ ഉറവിടം. ബഹിരാകാശ വാഹനങ്ങളുടെയും കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും പ്രധാന ഊർജ്ജ സ്രോതസ്സ് സൗരോർജ്ജമാണ്. അടുത്ത സൂര്യനിലെ ഊർജ്ജോൽപാദനത്തെക്കുറിച്ച് ശാസ്ത്രീയമായി വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ ഹാൻസ് ബേത്താണ്. സൂര്യനിലെ ഊർജ്ജോൽപാദനത്തെക്കുറിച്ച് സൂര്യനിൽ എങ്ങനെയാണ് ഊർജ്ജോൽപാദനം നടക്കുന്നത് എന്ന് ശാസ്ത്രീയമായി വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ അതാണ് ഹാൻസ് ബേത്ത്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും എന്തൊക്കെയാണെന്നുള്ളതാണ്. കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളതാണ് പഠിക്കുന്നത്. യാന്ത്രികോർജ്ജം 2 തരമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗതികോർജ്ജവും സ്ഥിതികോർജ്ജം. യാന്ത്രികോർജ്ജം എങ്ങനെയാണ്? 2 തരം, ഒന്ന് ഗതികോർജ്ജവും ഒന്ന് സ്ഥിതികോർജ്ജം. ഗതികോർജ്ജം എന്ന് പറയുന്നത് ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ലഭ്യമാവുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഗതികോർജ്ജം ഒരു അദിശ അളവാണ്. ഇവിടുന്ന് ഇപ്പം തന്നെ പഠിച്ചിട്ട് പോവുക. ഗതികോർജ്ജം എന്തിന് ഉദാഹരണമാണ്? അദിശ അളവിന് ഉദാഹരണമാണ്. ഗതികോർജ്ജം ഒരു അദിശ അളവിന് ഉദാഹരണമാണ്. ഗതികോർജ്ജം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിന് അതിൻ്റെ ചലനം മൂലമുണ്ടാകുന്ന ഒരു ഊർജ്ജമാണ് ഗതികോർജ്ജം. അടുത്ത് ഒരു വസ്തുവിന് ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞത് പിണ്ഡവും പ്രവേഗവുമാണ്. ഒരു വസ്തുവിൻ്റെ ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പിണ്ഡവും പ്രവേഗവും. ഓക്കെ, അപ്പോൾ ഗതികോർജ്ജം കാണാനുള്ള ഇക്വേഷൻ ഒന്ന് പറഞ്ഞുതരാം. K = 1/2 mv² ആണ്. K = 1/2 mv² ആണ്. K = 1/2 mv². M എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുവിൻ്റെ പിണ്ഡം. mv = വസ്തുവിൻ്റെ പിണ്ഡം അഥവാ മാസ്. V എന്ന് പറയുന്നത് വസ്തുവിൻ്റെ പ്രവേഗം, വെലോസിറ്റി. V = പ്രവേഗം. ഒരു വസ്തുവിൻ്റെ ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രവേഗവും പിണ്ഡവുമാണ്. വസ്തുവിൻ്റെ പിണ്ഡവും പ്രവേഗവും കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? വേഗവും കൂടുന്നു, അല്ലെങ്കിൽ ഗതികോർജ്ജവും കൂടുന്നു. വസ്തുവിൻ്റെ പ്രവേഗവും പിണ്ഡവും കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടുന്നു? ഗതികോർജ്ജം കൂടുന്നു. പ്രവേഗവും പിണ്ഡവും കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ഗതികോർജ്ജം കൂടുന്നു. മാസ് പകുതിയാക്കുകയും, അതായത് വസ്തുവിൻ്റെ പിണ്ഡം പകുതിയാക്കുകയും പ്രവേഗം ഇരട്ടിയാക്കുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജ്ജം ഇരട്ടിയാകുന്നു. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ തന്നെ ഒരു 100 വട്ടം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടാവുന്നത്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ഏത് ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് മസ്റ്റായിട്ട് വന്നിട്ടുള്ളതാണ്. അതായത് മാസ് പകുതിയാക്കി, അതായത് ഒരു വസ്തുവിൻ്റെ മാസ് അഥവാ പിണ്ഡം പകുതിയാക്കുകയും പ്രവേഗം ഇരട്ടിയാക്കുകയും ചെയ്താൽ എന്ത് ചെയ്യും? അതിൻ്റെ ഗതികോർജ്ജം ഇരട്ടിയാകും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൽ പ്രവേഗം ഇരട്ടിയാകുകയാണെങ്കിൽ അതിൻ്റെ ഗതികോർജ്ജം എത്രയാവും? 4 ആകും. അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം എന്ത് ചെയ്യുന്നു? ഇരട്ടിയാക്കി. മറ്റേത് നമ്മൾ മാസ് പകുതിയാക്കി പ്രവേഗം ഇരട്ടിയാക്കുകയും ചെയ്താൽ എന്തായിരുന്നു? വസ്തുവിൻ്റെ ഗതികോർജ്ജം ഇരട്ടിയാകുന്നു. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ
പ്രവേഗം ഇരട്ടിയാക്കിയാൽ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാക്കി എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഗതികോർജ്ജം 4 മടങ്ങായിട്ട് വർദ്ധിക്കും. ഗതികോർജ്ജം 4 മടങ്ങായിട്ട് വർദ്ധിക്കും. അപ്പോൾ അത് കൺഫ്യൂഷൻ അല്ലെന്ന് വിശ്വസിക്കുന്നു. ഒരു വസ്തുവിൻ്റെ പിണ്ഡവും പ്രവേഗവും കൂടുന്നതിനനുസരിച്ച് നമ്മൾ പഠിച്ചു അതിൻ്റെ ഗതികോർജ്ജം കൂടുന്നു. മാസ് പകുതി അഥവാ പിണ്ഡം പകുതിയാക്കുകയും പ്രവേഗം ഇരട്ടിയാക്കുകയും ചെയ്താൽ അതിൻ്റെ ഗതികോർജ്ജം ഇരട്ടിയാകുന്നു. ചലിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഗതികോർജ്ജം 4 ഇരട്ടി ആകുന്നു. പ്രവൃത്തിയുടെ അളവ് വസ്തുവിന് ലഭിക്കുന്ന ഗതികോർജ്ജത്തിന് തുല്യമായിരിക്കും. പ്രവൃത്തിയുടെ അളവ് എന്തായിരിക്കും, അളവ് വസ്തുവിൽ ലഭിക്കുന്ന ഗതികോർജ്ജത്തിന് തുല്യമായിരിക്കും. ഗതികോർജ്ജം എല്ലായ്പ്പോഴും പോസിറ്റീവോ പൂജ്യമോ ആയിരിക്കും, ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ഗതികോർജ്ജം എപ്പോഴും എന്താവും, പോസിറ്റീവോ പൂജ്യമോ ആയിരിക്കും. ഇവിടുന്ന് പഠിച്ചു പോവുക, സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും. അതായത് ഗതികോർജ്ജം എപ്പോഴും പോസിറ്റീവോ പൂജ്യമോ ആയിരിക്കും. ഗതികോർജ്ജം എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവോ പൂജ്യമോ ആയിരിക്കും. പായുന്ന ബുള്ളറ്റ്, ഉരുളുന്ന കല്ല്, വീഴുന്ന വസ്തുക്കൾ. അപ്പം പായുന്ന ബുള്ളറ്റ്, അതായത് നമ്മൾ തോക്കിനെ വെടിവെക്കുമ്പോൾ പോകുന്ന ബുള്ളറ്റ്, ഉരുളുന്ന കല്ല്, മലമുകളിൽ നിന്ന് ഉരുണ്ട് വരുന്ന കല്ല്, വീഴുന്ന വസ്തുക്കൾ, മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന വസ്തുക്കൾ, ഒഴുകുന്ന ജലം, ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്ക എന്നിവയിലെ ഊർജ്ജം എന്ന് വെച്ചാൽ അതേത് ഗതികോർജ്ജമാണ്. അതെന്തെന്ന് ചലിക്കുന്നുണ്ട്, അതാണ് ഗതികോർജ്ജം. അടുത്ത പൊട്ടൻഷ്യൽ എനർജി എന്തെന്ന് വെച്ചാൽ അഥവാ സ്ഥിതികോർജ്ജം എന്തെന്ന് വെച്ചാൽ എന്തെന്ന് പഠിക്കും, സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും, സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും വസ്തുവിനിക്കുന്ന ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും, സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. സ്ഥിതികോർജ്ജം എന്താണ്, mgh ആണ്. m എന്ന് പറയുന്നത് വസ്തുവിൻ്റെ പിണ്ഡമാണ്, വസ്തുവിൻ്റെ പിണ്ഡം m. g എന്ന് പറയുന്നത് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം, g = ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം. h എന്ന് പറയുന്നത് എന്താണ്, ഹൈറ്റ് അഥവാ ഉയരമാണ്. തറയിൽ നിന്നും ഉയരം കൂടുമ്പോൾ സ്ഥിതികോർജ്ജവും എന്ത് ചെയ്യുന്നു, കൂടുന്നു. തറയിൽ നിന്നും ഉയരം കൂടുമ്പോൾ സ്ഥിതികോർജ്ജവും കൂടുന്നു. വളരെ വ്യക്തമായിട്ട് ഇപ്പം തന്നെ പഠിച്ചു പോവുക. തറയിൽ നിന്നും ഉയരം കൂടുമ്പോൾ സ്ഥിതികോർജ്ജവും കൂടുന്നു. ഉദാഹരണം, തെങ്ങിലുള്ള തേങ്ങ ഉയരത്തിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ സ്ഥിതികോർജ്ജം എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഉയരത്തിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, സ്ഥിതികോർജ്ജം കുറയുന്നു. എങ്ങനെയാണ്, തെങ്ങിൽ നിന്ന് താഴേട്ട് വീഴുന്ന തേങ്ങ എന്ത് ചെയ്യുന്നു, പതിക്കുന്നത് സ്ഥിതികോർജ്ജം കുറയുന്നതിന് ഉദാഹരണമാണ്. ജലസംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമായ ഊർജ്ജം ഏതാണ്, അത് സ്ഥിതികോർജ്ജമാണ്. ജലസംഭരണിയിൽ ഇപ്പോൾ ഇടുക്കി ഡാമിലൊക്കെ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിൻ്റെ ഒരു ഊർജ്ജം എന്ന് വെച്ചാൽ ഏതാണ്, അത് സ്ഥിതികോർജ്ജമാണ്. പൂച്ചട്ടി സൺഷെയ്ഡിന് മുകളിൽ വച്ചിരിക്കുമ്പോൾ ഉള്ള ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. പൂച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് ഗതികോർജ്ജം കൂടുകയും ചെയ്യുന്നു. പൂച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ സ്ഥിതികോർജ്ജം കുറയുകയും, അതായത് പൂച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ സ്ഥിതികോർജ്ജം കുറയുകയും ഗതികോർജ്ജം എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുകയും ചെയ്യുന്നു. പൂച്ചട്ടി താഴേക്ക് പതിക്കുന്നതിന് തൊട്ട് മുമ്പ് നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്താകുന്നു, സ്ഥിതികോർജ്ജം മുഴുവനും എന്തായിട്ട് മാറുന്നു, ഗതികോർജ്ജമായിട്ട് മാറുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തിയുടെ അളവും വസ്തുവിൻ്റെ ഗതി അല്ലെങ്കിൽ സ്ഥിതികോർജ്ജവും എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് ചായയുടെ മധുരവും കൂടുന്നു എന്ന് പറയുന്ന പോലെ എന്ത് ചെയ്യുന്നു, ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തിയുടെ അളവും വസ്തുവിൽ സ്ഥിതികോർജ്ജവും കൂടുന്നു. വസ്തുവിൽ സ്ഥിതികോർജ്ജം എന്ത് ചെയ്യുന്നു, കൂടുന്നു. രൂപമാറ്റം കാരണം വസ്തുവിന് ലഭ്യമാകുന്ന ഊർജ്ജത്തിന് ഉദാഹരണങ്ങളാണ്, സ്ഥിതികോർജ്ജത്തിന് ഉദാഹരണങ്ങളാണ് സ്പ്രിങ് അമർത്തുകയോ വലിക്കുകയോ ചെയ്യുന്നത്. നമ്മളൊരു സ്പ്രിങ് അമർത്തുകയോ വലിക്കുകയോ ചെയ്യുന്നത് രൂപമാറ്റം കാരണം വസ്തുവിന് ലഭ്യമാകുന്ന ഊർജ്ജത്തിന് ഉദാഹരണങ്ങളാണ്, സ്ഥിതികോർജ്ജത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പം സ്പ്രിങ് അമർത്തുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ കുലച്ച് വെച്ച വെല്ല്, വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡുകൾ എന്നിവയ്ക്കെല്ലാം സ്ഥിതികോർജ്ജത്തിന് ഉദാഹരണങ്ങളാണ്. തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം എപ്പോഴും എന്തായിരിക്കും, പൂജ്യമായിരിക്കും. തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം എപ്പോഴായിരിക്കും, പൂജ്യമായിരിക്കും. മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിന് ഗതികോർജ്ജം കുറയുന്നു, എന്നാൽ സ്ഥിതികോർജ്ജം കൂടുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിന് ഗതികോർജ്ജം കുറയുന്നു, അതായത് ചലിക്കാനുള്ള ഒരു ഊർജ്ജം കുറയുകയും എന്നാൽ സ്ഥിതികോർജ്ജം എന്ത് ചെയ്യുന്നു, കൂടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പഠിക്കുക. തറയിലിരിക്കുന്ന വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം പൂജ്യമാണ്. സ്ഥിതികോർജ്ജം അതായത് കൈനറ്റിക് എനർജി ഇല്ല, ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കൂടുതലാണ്, അതായത് ഗതികോർജ്ജം കൂടുതലാണ് തറയിലിരിക്കുന്ന ഒരു വസ്തുവിന്. എന്നാൽ മുകളിലേക്ക് എറിയുന്നതിന് എന്താണ്, കൈനറ്റിക് എനർജി അഥവാ ഗതികോർജ്ജം കുറയുന്നു, എന്നാൽ സ്ഥിതികോർജ്ജം അതായത് പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുന്നു, കൂടുകയാണ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ചാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ 1905 വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തവും 1905 വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തം
1905 എന്ത് ചെയ്തു? വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തവും 1916 പൊതു ആപേക്ഷിക സിദ്ധാന്തവും ആവിഷ്കരിച്ചു. 1916 പൊതു ആപേക്ഷിക സിദ്ധാന്തവും ആവിഷ്കരിച്ചു. 1905 വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തവും 1916 പൊതു ആപേക്ഷിക സിദ്ധാന്തവും ആവിഷ്കരിച്ച ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ. E=mc² എന്ന ഊർജ്ജ സമവാക്യം രൂപീകരിച്ചത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. E=mc² എന്ന ഊർജ്ജ സമവാക്യം രൂപീകരിച്ചു. ഐൻസ്റ്റീനോടുള്ള ആദര സൂചകമായി ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ 100ാം വാർഷികമായി 2005 ഭൗതികശാസ്ത്ര വർഷമായി ആചരിച്ചു. ഐൻസ്റ്റീനോടുള്ള ആദര സൂചകമായിട്ട് ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ 100ാം വാർഷികമായ 2005 എന്ത് ചെയ്തു? ഭൗതിക വർഷമായിട്ട് അല്ലെങ്കിൽ ഭൗതികശാസ്ത്ര വർഷമായിട്ട് ആചരിച്ചിട്ടുണ്ട്. ഊർജ്ജ സംരക്ഷണ നിയമം എന്നാണ് ദിനം എന്നാണ്? ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ 14. ഊർജ്ജ സംരക്ഷണ നിയമം ഡിസംബർ 14. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വ്യക്തമായ വിശദീകരണം നൽകിയതിന് 1921 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ആർക്ക് ലഭിച്ചു? ഐൻസ്റ്റീന് ലഭിച്ചു. അതായത് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് 1921 വ്യക്തമായ വിശദീകരണം നൽകിയതിന് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? 1921 നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. തിയറി ഓഫ് റിലേറ്റിവിറ്റി, എസ്സേസ് ഇൻ ഹ്യൂമാനിസം, ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ്, ദ വേൾഡ് ആസ് ഐ സീ ഇറ്റ് എന്നിവ കൃതികളാണ്. തിയറീസ് ഓഫ് റിലേറ്റിവിറ്റി, എസ്സേസ് ഇൻ ഹ്യൂമാനിസം, ഐഡിയ ആൻഡ് ഒപ്പീനിയൻസ് ആൻഡ് ദ വേൾഡ് ആസ് ഐ സീ ഇറ്റ് എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ദ്രവ്യവും ഊർജ്ജവും ഒരു അസ്തിത്വത്തിൻ്റെ രണ്ട് ഭിന്നക രൂപങ്ങളാണ്. ഒരു ദ്രവ്യവും അതുപോലെ തന്നെ ഊർജ്ജവും ഒരു അസ്തിത്വത്തിൻ്റെ രണ്ട് ഭിന്ന രൂപങ്ങളാണ് എന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാണ് ഐൻസ്റ്റീൻ. ദ്രവ്യവും ഊർജ്ജവും ഒരു അസ്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് സമർത്ഥിച്ചതാരാണ്? ഐൻസ്റ്റീൻ ആണ്. അടുത്ത് ഊർജ്ജ പരിവർത്തനം ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രകാശോർജ്ജം എന്തായി മാറുന്നുണ്ട്? പ്രകാശോർജ്ജം രാസോർജ്ജമായിട്ട് മാറുന്നുണ്ട്. ഡൈനാമോ എന്ത് ചെയ്യുന്നു? യാന്ത്രികോർജ്ജം വൈദ്യോർജ്ജമാക്കി മാറ്റുന്നുണ്ട്. ഡൈനാമോയിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നുണ്ട്. ഇലക്ട്രിക് ഫാനിൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നുണ്ട്. സോളാർ സെല്ലിൽ സൗരോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. ഇലക്ട്രിക് ബെല്ലിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമാകുന്നു. ഇലക്ട്രിക് ഓവനിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമാകുന്നു. ഇലക്ട്രിക് ഹീറ്ററിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമാകുന്നു. ഇലക്ട്രിക് ബൾബ് വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമാകുന്നു. അതുപോലെ തന്നെ അത് താപോർജ്ജം ആകുന്നുണ്ട്. അയൺ ബോക്സിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമാകുന്നു. ഇലക്ട്രിക് മോട്ടറിൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു. ഗ്യാസ് സ്റ്റൗവിൽ രാസോർജ്ജം താപോർജ്ജം പ്ലസ് പ്രകാശോർജ്ജമായിട്ട് മാറുന്നുണ്ട്. അപ്പം ഇത്രയാണ് എന്താണ് ഊർജ്ജം അല്ലെങ്കിൽ പ്രവൃത്തി എന്നുള്ള ഭാഗത്ത് വരുന്ന കോമൺ ആയിട്ട് ചോദിക്കുന്ന GK ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.